സങ്കീർത്തനം പറയുന്നു. എപ്പോഴും നിങ്ങൾ ആലോചിക്കുക എന്തുകൊണ്ട് ഞാൻ സങ്കീർത്തനം പറയുന്നു. സങ്കീർത്തനം സ്പർശിക്കുന്നു, ആത്മാവിനെ ഗുണപ്പെടുത്തുന്നു, ഗുണം ചെയ്യുന്നു. സങ്കീർത്തനം 63:1 ദൈവമേ, നീ എൻ്റെ ദൈവം, അധികാലത്ത് ഞാൻ നിന്നെ അന്വേഷിക്കും. വെള്ളമില്ലാതെ ഉണങ്ങി വരേണ്ട ദേശത്ത് എൻ്റെ ഉള്ള നിനക്കായി ദാഹിക്കുന്നു. എൻ്റെ ദാഹം നിനക്കായി കാക്ഷിക്കുന്നു. എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, ഞാൻ നിന്നെ അന്വേഷിക്കും. എൻ്റെ ദൈവം എന്ന് പറയണം, മറ്റുള്ളവരുടെ ദൈവമല്ല. എൻ്റെ ദൈവം, എൻ്റെ ദൈവം എന്നെ അനുഗ്രഹിക്കും. എൻ്റെ ദൈവം എന്നെ ഉയർത്തും. എൻ്റെ ദൈവം എന്നെ അധികാലത്ത് എണ്ണിപ്പിച്ചു പ്രാർത്ഥിപ്പിക്കും. എൻ്റെ ദൈവം എന്നെ നടത്തുന്നു പറയുമ്പോൾ നമുക്ക് ചെയ്യേണ്ടതാണ്. ശത്രു വെള്ളം പോൽ വരുമ്പോൾ പരിശുദ്ധാത്മാവ് അതിനകത്ത് കൊടിയേറ്റും. അതുകൊണ്ട് ദൈവമേ, നീ എന്നെ അധികാലത്തെ അതിനെ അന്വേഷിക്കാനുള്ള കൃപ കർത്താവേ തരണമേ. രാത്രിയിൽ പ്രാർത്ഥിച്ചിട്ട് കിടക്കണം. ഉണങ്ങി വരേണ്ട ദേശത്ത് എൻ്റെ ഉള്ള നിനക്കായി ദാഹിക്കുന്നു. ഡെസേർട്ട് ലൈഫിലാണ് നിൽക്കുന്നത് എങ്കിലും എൻ്റെ കർത്താവേ, എൻ്റെ ഉള്ളത്തിൽ നിന്നെ ഞാൻ കാക്ഷിക്കുന്നു, എന്നെ ആഗ്രഹിക്കുന്നു എന്ന് ദാവീദ് ദൈവത്തോട് പറയുകയാണ്. പിന്നെ എൻ്റെ ദൈവം നിനക്കായി കാക്ഷിക്കുന്നു. ദാവീദിൻ്റെ ശരീരം കർത്താവിനായി കാക്ഷിക്കുന്നു. ഈ ലോകത്ത് അനേക പാപങ്ങൾ, മാലിന്യങ്ങൾ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടാകാം. ഇതെല്ലാം യേശുവിൻ്റെ രക്തം ശുദ്ധീകരിച്ച് ക്ഷമിച്ച് വെണ്മയാക്കി ആ പാപങ്ങളെല്ലാം യേശു മാറ്റി അവിടെ വചനം സൃഷ്ടിക്കുകയാണ്. എൻ്റെ കൃപ നിനക്ക് മതി, എൻ്റെ കൃപ നിനക്ക് മതി, നിൻ്റെ ബലഹീനതയിൽ തികഞ്ഞു വരുന്നു. അതുകൊണ്ട് ഭാരപ്പെടേണ്ട. സകല വിശ്വാസികൾക്ക് മാതൃകയായിരിക്കുക. അതുകൊണ്ട് ഇങ്ങനായിരിക്കാം. എൻ്റെ ഉള്ളം എൻ്റെ ദൈവത്തെ നോക്കി കാക്ഷിക്കുന്നു. എൻ്റെ ഉള്ളം ദൈവമേ, നീ എൻ്റെ ദൈവം, ആദ്യകാലത്ത് ഞാൻ നിന്നെ അന്വേഷിക്കും. ദൈവമേ, നീ എൻ്റെ ദൈവം. ദാവീദ് പറയുക, ദൈവമേ, നീ എൻ്റെ ദൈവമാ. അങ്ങനെ പറയാൻ പറ്റുന്നുണ്ടോ? അങ്ങനെ പറയണം. എൻ്റെ ദൈവമാ ദൈവം യേശു എൻ്റെ ദൈവമാണെന്ന് പറയണം. അത് പറയുമ്പോൾ ശത്രു ഓടും, പേയെല്ലാം ഓടും. പേയ്കൾ ഓടുന്നത് യേശുവിൻ്റെ നാമം കൊണ്ടാണ്. ഞാൻ ഇവിടെ ഈ പറയുന്ന ചിൽഡ്രൻസ് ആൻഡ് എൽഡേഴ്സ്, മിഡിൽ ഏജ്ഡ് പീപ്പിളിനായിട്ട് ഞാൻ പറയുന്നവർ കേൾക്കാം. So children, you should understand. You have to say, my God is with me. If God is with us, who can be against us? If Jesus is with me, who can be against me? അതുകൊണ്ട് നന്ദിയുള്ളവരായിരിക്കാൻ പഠിക്കാം. ചിലർക്ക് നന്ദി എത്ര ചെയ്താലും മറ്റുള്ളവർ നന്ദി കൊടുക്കത്തില്ല, അല്ലെങ്കിൽ മിണ്ടത്തുപോലില്ലാത്ത ആൾക്കാരാണ് കേരളം ഇപ്പോൾ. ഡൽഹിയിലാ പൊതുവെ ആരും മിണ്ടത്തില്ല അങ്ങോട്ടും ഇങ്ങോട്ടും. ഇവിടെ കേരളത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര യുദ്ധമാണ്. അത് കാരണം ഓരോരുത്തരെ ലൈഫിൽ എന്തെല്ലാം ഇൻസിഡൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ചെയ്യുന്നതോടെ ആത്മാവ് എവിടെ പോകുന്നതെന്ന് അറിയാമോ? നരകത്തിൻ്റെ ഹെല്ലോട്ട് തന്നെയാണ് പോകുന്നത്. നമ്മൾ ആത്മഹത്യ എന്നുള്ളത് മാറ്റിക്കളയണം. അത് ചെയ്യരുത്, കർത്താവിന് ഇഷ്ടമല്ല. അപ്പൻ മകനെ വെട്ടിക്കൊല്ലുന്നു, പെങ്ങളെ വെട്ടിക്കൊല്ലുന്നു, ഇങ്ങനെയൊക്കെയുള്ള വാർത്തയാണ് വരുന്നത്. അതുകൊണ്ട് ഈ ലോകത്ത് ജീവിക്കുമ്പോൾ പറയണം, ദൈവമേ, നീ എൻ്റെ ദൈവം, യേശുവേ നീ എൻ്റെ ദൈവമാണ്, ഞാൻ നിന്നെ അന്വേഷിക്കും എന്ന് പറഞ്ഞ് ഒരു ബൈബിളെടുത്ത് എവിടെയും ട്രീറ്റ്മെൻറ്റിലോ അല്ലെ ജയിലിലോ പോകുന്ന ആ വ്യക്തികൾക്ക് ഒരു ബൈബിളിൽ കൊടുത്ത് റിയൽ ലൈഫിൽ ആ മാറ്റം കൊണ്ടുവന്ന് ഒരു വലിയ പരിവർത്തനം ചെയ്യും. പോൾ യങ്ചി ഉണ്ട് കൊറിയയിൽ, റോൺ ബേക്ക എന്ന് പറഞ്ഞ മിഷണറി ഉണ്ട്, ജോർജ് മുള്ളർ മിഷണറി. ഈവൻ ഐ എം ഗോയിങ് ആസ് മിഷണറി. ജോർജ് മുള്ളറിൻ്റെ കൂടെ മിഷണറിക്ക് പോവുകയാണ് പാലക്കാട്. സോ ഗോഡ് ഗിവ്സ് us ഗ്രേസ്. സോ ഞാൻ ആഗ്രഹിച്ച് മിനിസ്റ്റർ ചെയ്യണമെന്നാണ്. എന്നാൽ ദൈവം പറഞ്ഞ് മോളെ നീ മിഷണറിയായിട്ട് അങ്ങോട്ടോളാൻ പറഞ്ഞ് അതുപോലായി. അതിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അനേകർക്കാകാൻ പറ്റുമാറി ദൈവത്തിൽ അതിനെ ആശ്രയിച്ചാൽ കള്ളത്തീർക്കദർശകളൊന്നും നിലനിൽപ്പില്ല. അവരാരും നിലനിൽക്കാത്ത മിഷണറികളാണ്. അതുകൊണ്ട് ദൈവം ഈ ദിവസങ്ങളിൽ പരിപാലിക്കട്ടെ. അധികാലത്ത് ദൈവമേ, ഞാൻ നിന്നെ അന്വേഷിക്കുന്നു എന്ന് പറയുവാനിടയാക്കട്ടെ. അതുപോലെ എൻ്റെ ഉള്ള നിനക്കായി ദാഹിക്കുന്നു. നമ്മുടെ ഹൃദയം ദൈവത്തിനായി ദാഹിക്കണം. ദൈവമേ, നിൻ്റെ ദാഹം, നിൻ്റെ വചനമാകുന്ന മന്നയെന്ന ദാഹം തരണമെന്ന് പ്രാർത്ഥിക്കാം. എൻ്റെ ബ്രദർ എൻജിനീയറാണ്, മമ്മിയാണെങ്കിൽ ഷോർട്ട് ആൻഡ് ടൈം പാസ്സായ മമ്മിയാണ്.
അതുപോലെ എൻ്റെ നല്ല പഠിക്കുന്നു. ആശ സിസ്റ്റർ ഷീസ് ഇൻ ഒമാൻ ആസ് നേഴ്സ്. ഇതെങ്ങനെ സംഭവിച്ചു? യേശുവാൽ സംഭവിച്ചു. യേശുവാൽ മാത്രം സംഭവിച്ചിട്ടുള്ളൂ. തുടർന്ന് യേശു നടത്തും. അതിനാൽ നമുക്ക് ജീവിതം ക്രമപ്പെടുത്താം. ഇങ്ങനെ ഞാൻ പറഞ്ഞുകൊണ്ട് എൻ്റെ ചെറിയ ദൗത്യത്തിൽ നിന്ന് ചുരുക്കുന്നു.